രാഷ്ട്രീയ പ്രതികാരമെന്ന വാദത്തിന് നിങ്ങൾക്ക് നൽകാനുള്ള മറുപടി എന്താണ്? എനിക്ക് ആദ്യം സൂചിപ്പിക്കാനുള്ളത്, ഈ ഡിബേറ്റ് സംബന്ധിച്ച് ഞങ്ങൾക്ക് പറയാൻ ഒരുപാട് പോയിന്റുകളുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഫിറോസ് ഉന്നയിച്ച ഓരോ വാദങ്ങൾക്കുള്ള ഉത്തരവുമുണ്ട്. പക്ഷേ CPIMന്റെ പ്രതിനിധി നിലയിൽ ഈ ഡിബേറ്റിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിക്കില്ല. കാരണം ഞങ്ങളും നിങ്ങളും തമ്മിലുണ്ടാക്കിയ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. ആ അണ്ടർസ്റ്റാൻഡിങ്ങിന് ഘടകവിരുദ്ധമായിട്ടാണ് ഈ ഡിബേറ്റ് പോകുന്നത്. അതുകൊണ്ട് വെരി സോറി ടു സേ, ഞങ്ങൾ ഈ ഡിബേറ്റിൽ നിന്ന് വിഡ്രോ ചെയ്യാണ്. എന്താണ് കാരണം? ഇവിടെ ഉണ്ടാക്കിയ പാനൽ ഞങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്ന പാനലല്ല. അത് ഞങ്ങളുടെ പ്രതിനിധി തന്നെ അറിയിച്ചതാണ്. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഞാനിവിടെ പറയാം, ചർച്ചയിൽ പങ്കെടുക്കില്ല എന്ന് നേരത്തെ തന്നെ നിങ്ങൾ മുൻകൂട്ടി അറിയിച്ചതാണ്. അത് ജയശങ്കർ എന്ന് പറഞ്ഞ വ്യക്തിയുള്ള ഡിബേറ്റുകളിൽ CPIM പങ്കെടുക്കില്ല നേരത്തെ അറിയിച്ചതാണ്. അതുകൊണ്ട് ഈ ഡിബേറ്റിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അത് ഏഷ്യാനെറ്റിനോടുള്ള പ്രേക്ഷകരോട് വെല്ലുവിളിയായി കാണരുത്. ഏഷ്യാനെറ്റ് പ്രേക്ഷകരോട് ഞങ്ങളിത് നേരത്തെ ഇൻഫോം ചെയ്തതാണ് ഏഷ്യാനെറ്റിന്, അതുപോലെ എല്ലാ ചാനലുകളെയും. ചിലരുണ്ടെങ്കിൽ ഞങ്ങൾ ചർച്ചയിൽ പങ്കെടുക്കില്ല. അതുകൊണ്ട് ഈ ഡിബേറ്റിൽ നിന്നും വളരെ സങ്കടത്തോട് ഞാൻ പറയാം, ഞങ്ങൾ ഡിബേറ്റിൽ നിന്ന് മാറുകയാണ്. ഒരു തരത്തിലുമുള്ള നിങ്ങളുടെ ചാനലിനോടുള്ള വെല്ലുവിളിയോ മറ്റുമല്ല. ഞങ്ങൾ ഈ ഡിബേറ്റിൽ തുടരാൻ താല്പര്യമില്ല. അപ്പോൾ ഈ പാനൽ നിങ്ങളെ അറിയിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളെ ചർച്ചയിൽ പങ്കെടുപ്പിക്കണമെന്നാണോ ഷംസീർ? അതുകൂടി ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. നിർഭാഗ്യകരമാണ്. ജയശങ്കർ എന്തായാലും ഈ നാട്ടിൽ ഏതെങ്കിലും തരത്തിൽ പുറത്തു നിർത്തേണ്ട ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ശ്രീ ജയശങ്കർ ഏതെങ്കിലും കുറ്റകൃത്യം ചെയ്ത് ഏതെങ്കിലും തരത്തിൽ സമൂഹത്തിന്റെ പൊതുധാരയിൽ നിന്ന് പുറത്താക്കപ്പെടേണ്ട ആളാണെന്ന് തോന്നുന്നില്ല. എന്തായാലും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇംഗിതത്തിനനുസരിച്ച് ഒരു ചർച്ചയിലും ഒരു പാനലും ഉണ്ടാക്കാൻ കഴിയില്ല. രാഷ്ട്രീയ പാർട്ടികൾക്ക് വരാം, വരാതിരിക്കാം. പക്ഷെ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു നേതാവിനെ ഇകഴ്ത്തിയോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെ അസുഖകരമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയോ ചർച്ചയിൽ മോശമായ പദപ്രയോഗങ്ങൾ നടത്തുകയോ ഒക്കെ ചെയ്താൽ അത് നിയന്ത്രിക്കാനുള്ള ഉത്തരവാദിത്വം അവതാരകനുണ്ട്. അത് നിർവഹിക്കാറുണ്ട്. ഈ ചർച്ചയിൽ വന്ന് പച്ചത്തെറി വായിച്ചപ്പോൾ പോലും ആ വായിച്ച ആളെ അല്ല ഞങ്ങൾ കുറ്റപ്പെടുത്തിയത്. അതിന് പ്രേക്ഷകരോട് ഞാൻ തന്നെ 2 വട്ടം മാപ്പ് പറയുകയായിരുന്നു. അതുകൊണ്ട്